അധികാരത്തിലേറിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ലോക ഒന്നാം നമ്പർ കോടീശ്വരൻ ഇലോൺ മസ്കും ചേർന്ന് അമേരിക്കയുടെ ചെലവ് ചുരുക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കി വരികയാണ്. ചെലവ് ചുരുക്കി ട്രഷറിയിലേക്കും പെന്റഗണിലേക്കും വരെ കൈ കടത്തിയിട്ടുണ്ട് മസ്ക്. US സർക്കാരിന്റെ ചെലവ് ചുരുക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ട്രംപ് പുതുതായി രൂപവൽക്കരിച്ച വിഭാഗമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി, ചുരുക്കി ഡോജ് എന്ന് വിളിക്കുന്നു. പ്രധാന ലക്ഷ്യം സർക്കാരിന്റെ ചെലവ് ചുരുക്കലാണെങ്കിലും ചുവപ്പുനാട് ഇല്ലാതാക്കുക, സർക്കാർ ഏജൻസികളെ പുതുക്കി പണിയുക എന്നിങ്ങനെ പല ദൗത്യങ്ങളും ഡോജിനുണ്ട്. വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്നത് മസ്ക് ആണ്. ഡോജിന്റെ തലപ്പത്തെത്തിയതോടെ സർക്കാർ ഏജൻസികളിൽ പലതിലേക്കുമുള്ള പണമൊഴുക്ക് മസ്ക് നിർത്തിവെച്ചിരുന്നു. മനുഷ്യാവകാശ സംഘടനകൾക്കായാലും പട്ടിണിയാൽ കഷ്ടപ്പെടുന്ന മൂന്നാം ലോക രാഷ്ട്രങ്ങൾക്കായാലും ഇനി US-ൽ നിന്ന് പണം എത്തില്ല. അമേരിക്കൻ ജനതയുടെ നികുതി പണം മറ്റ് ആവശ്യങ്ങൾക്കായി പുറത്തു പോകരുതെന്ന നിർബന്ധം ട്രംപിനും അതേപോലെ തന്നെ മസ്കിനുമുണ്ട്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ US നൽകി വന്ന $21 മില്യൺ ഫണ്ട് റദ്ദാക്കിയതിനെ ചൊല്ലി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കൂടാതെ തൊഴിലാളികളെ പിരിച്ചുവിടുക, കരാറുകൾ റദ്ദാക്കുക എന്നിങ്ങനെ പലതരം വിവാദങ്ങളും ഡോജിനെ ചുറ്റിപ്പറ്റി ഉയർന്നു കഴിഞ്ഞു. ഇങ്ങനെ ചെലവ് ചുരുക്കി സർക്കാരിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ നോക്കുന്ന ആദ്യത്തെ രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. US-ലെ പോലെ വാർത്തകളിൽ ഇടം നേടിയിട്ടില്ലെങ്കിലും ഇന്ത്യക്കുമുണ്ട് സ്വന്തമായ ഒരു ഡോജ് സംവിധാനം. 2017 മുതൽ സ്ഥിരതയോടെ പ്രവർത്തിച്ചു വരുന്ന ഇന്ത്യൻ ഡോജ് നയിക്കുന്നത് മസ്കിനെ പോലെ ഒരു ശതകോടീശ്വരനാണോ എന്നാണ് അടുത്ത ചോദ്യം. അതുമല്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, സാമ്പത്തിക ഉപദേശക സമിതി, ധനകാര്യ മന്ത്രാലയം എന്നിവയാണ് ഈ സംവിധാനം നയിക്കുന്നതെന്ന് ദ പ്രിന്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിലെ ഉപയോഗശൂന്യമായതോ ഇരട്ടി ജോലികൾ ഉണ്ടായിരുന്നതോ ആയ 1 ഡസനിലധികം സ്വയംഭരണ സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇതിനോടകം പിരിച്ചുവിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവയെല്ലാം മാതൃ മന്ത്രാലയങ്ങളുമായോ ബന്ധപ്പെട്ട വകുപ്പുകളുമായോ ലയിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. US-മായി താരതമ്യം ചെയ്താൽ ഇന്ത്യയിൽ പിരിച്ചുവിടലുകൾ വളരെ കുറവാണ്. ഏജൻസികളുടെയും വകുപ്പുകളുടെയും അടച്ചുപൂട്ടലിൽ മാത്രമല്ല ഈ സംവിധാനം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കാലഹരണപ്പെട്ട നിയമങ്ങൾ റദ്ദാക്കുക, നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും പരിഷ്കരിക്കുക തുടങ്ങി കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ വലിയ പരിഷ്കാര പ്രക്രിയകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുൻ ധനകാര്യ സെക്രട്ടറി രത്തൻ വാട്ടറിന്റെ നേതൃത്വത്തിൽ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവലോകനത്തിനായി ഒരു കമ്മിറ്റി ചേർന്നിരുന്നു. 2017 ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഡോജിന് സമാനമായ ഒരു സംവിധാനം നിലവിൽ വന്നത്. വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും കീഴിലുള്ള 679 സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അന്ന് വാട്ടർ കമ്മിറ്റി അവലോകനം ചെയ്തിരുന്നു. തുടർന്ന് 1/3 ഭാഗം മറ്റ് സ്ഥാപനങ്ങളുമായി ലയിപ്പിക്കുകയോ ഉപയോഗശൂന്യമായവ അടച്ചുപൂട്ടുകയോ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഉടൻ തന്നെ നടപടികളും ആരംഭിച്ചു. 2018 രാഷ്ട്രീയ ആരോഗ്യ നിധിയും ജനസംഖ്യ സ്ഥിരതാ കോഷും അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഇവയെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിലാക്കി. 2020 ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഉപദേശക സ്ഥാപനങ്ങളായ ഓൾ ഇന്ത്യ ഹാൻഡിൽ ബോർഡും ഓൾ ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ് ബോർഡും പിരിച്ചുവിട്ടു. 2022 താരിഫ് കമ്മീഷൻ അടച്ചുപൂട്ടി. 1951 സ്ഥാപിതമായ ഈ കമ്മീഷന്റെ ചുമതല ഏതെങ്കിലും വസ്തുക്കളുടെ തീരുവയിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കുക, സാധനങ്ങൾ ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കുക തുടങ്ങിയവയായിരുന്നു. 2021 2022 റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള നിരവധി ഏജൻസികൾ അടച്ചുപൂട്ടി. പൊതുഫണ്ട് വെറുതെ പാഴാക്കുന്നു എന്ന് കണ്ടെത്തിയതോടെയാണ് അനാവശ്യമെന്ന് കണക്കാക്കി ഇതിൽ ഇന്ത്യൻ റെയിൽവേ ഓർഗനൈസേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ, ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അടക്കമുള്ള ഏജൻസികൾക്ക് പൂട്ടിട്ടത്. ഇവിടെയൊക്കെ ജോലി ചെയ്തിരുന്ന ആളുകളെ മറ്റ് സർക്കാർ വകുപ്പുകളിലായി പുനർവിന്യസിക്കുകയും ചെയ്തു. സ്വയംഭരണ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതിനു പുറമെ നിരവധി പൊതു ധനസഹായ സ്ഥാപനങ്ങളും ലയിപ്പിച്ചിട്ടുണ്ട്. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഇന്ത്യ, ഫിലിംസ് ഡിവിഷൻ, ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റ്, നാഷണൽ ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യ എന്നിവ ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷനിൽ ലയിപ്പിച്ചു. ഈ തീരുമാനത്തിനെതിരെ കലാകാരന്മാരും ചലച്ചിത്ര പ്രവർത്തകരും അടക്കം വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. കഴിഞ്ഞ 30 വർഷമായി ഈ സ്ഥാപനങ്ങൾ പ്രവർത്തനരഹിതമായിരുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി. സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടച്ചുപൂട്ടലിനും ലയനത്തിനും പുറമെ സർക്കാർ പ്രക്രിയ പരിഷ്കാരങ്ങൾ എന്ന പേരിലും പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ഗവൺമെന്റിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിനുള്ള പ്രോസസ്സിലെ മാറ്റങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഒരു നിയമം മാറ്റുന്നതോ ഭരണപ്രക്രിയ മാറ്റുന്നതോ ഈ പരിഷ്കാരങ്ങളിൽ ഉണ്ടാകാം. നട്ട് ആൻഡ് ബോൾട്ട് പരിഷ്കാരങ്ങൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് പ്രവർത്തന പ്രക്രിയകൾ ലളിതമാക്കുകയും കാര്യക്ഷമമാക്കുകയും ചെയ്യുക എന്നതാണ് അടിസ്ഥാന ആശയം. ചെറിയ മാറ്റങ്ങളാണെങ്കിലും അവയ്ക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി എന്നൊരു മെത്തേഡാണ് ഇന്ത്യയിൽ നടപ്പാക്കുന്നത്. അല്പം വൈകിയാണെങ്കിലും സ്ഥിരതയുള്ള നടപടികൾ. സർക്കാർ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ജീവനക്കാരടക്കമുള്ളതിനാൽ പ്രക്രിയയ്ക്ക് വളരെയധികം സമയമെടുക്കുമെന്ന് ധനകാര്യ മന്ത്രാലയത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. US-ലെ പോലെ ഇന്ത്യയിൽ സർക്കാർ ആളുകളെ പിരിച്ചുവിടുന്നില്ല എന്നതാണ് പ്രധാന കാര്യം. ജീവനക്കാരുടെ നിയമനങ്ങൾ സർക്കാർ കൃത്യമായി നടത്തി വരുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. US ഡോജിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കാര്യക്ഷമമായാണ് ഇന്ത്യയിലെ സംവിധാനം പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധൻ സഞ്ജയ് സന്യാലും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സർക്കാരിന്റെ പ്രക്രിയാ പരിഷ്കരണങ്ങൾ സന്യാലിന്റെ കീഴിലുള്ള EACPM-ലെ ഒരു സംഘമാണ് നയിക്കുന്നത്.
US ഒരു മിന്നലാക്രമണം പോലെയാണ് ഡോജിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തെരഞ്ഞെടുപ്പുകൾക്കായി ഇന്ത്യക്ക് നൽകി വരുന്ന USAID നിർത്തലാക്കിയത് വലിയൊരു കാര്യമാണ്. പക്ഷേ ഈ പ്രവർത്തനങ്ങൾ കാരണം മറ്റു പല പ്രശ്നങ്ങളും അവർ നേരിടേണ്ടി വരും. നിയമപരമായ കേസുകൾ ഉണ്ടാകും, കടുത്ത എതിർപ്പുകളും ഉയർന്നേക്കാം. ഇത്രയധികം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലത് തെറ്റായി പോകാം. അത് പ്രതീക്ഷിക്കാത്ത പ്രത്യാഘാതങ്ങളും US ഉണ്ടാക്കുമെന്ന് സന്യാൽ പറഞ്ഞു. മറുവശത്ത് നോക്കിയാൽ ഇന്ത്യയുടെ സിസ്റ്റം വളരെ മന്ദഗതിയിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ സർക്കാരിന് വേണ്ട ഫലങ്ങൾ ലഭിക്കുന്നുണ്ട്. അത്തരം നിരവധി പരിഷ്കാരങ്ങൾ ഇന്ത്യ ഏറ്റെടുത്തു കഴിഞ്ഞു. അതിൻ്റെ അനുഭവ സമ്പത്തും കൈമുതലായുണ്ട്. അതിനാൽ തന്നെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ സാധിക്കുമെന്നും സന്യാൽ പറഞ്ഞു. അമേരിക്കയിൽ മസ്കിന്റെ ഡോജിനെ കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. ഡോജിന്റെ സുതാര്യത ഇപ്പോഴും ചോദ്യമുനയിൽ തന്നെയാണ്. സർക്കാർ ചെലവുകളുടെ വിവരങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുന്നതും തെരഞ്ഞെടുക്കപ്പെടാത്ത വ്യക്തി എന്ന നിലയിൽ മസ്കിന്റെ അധികാരത്തെയും രാഷ്ട്രീയ എതിരാളികൾ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊന്നും മുഖവിലക്കെടുക്കാൻ പോലും ട്രംപും മസ്കും തയ്യാറായിട്ടില്ല. മാനുഷിക പരിഗണനയില്ല എന്നതാണ് ഡോജിനെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ പ്രധാനം. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ജനപ്രാതിനിധ്യം ഉറപ്പാക്കാൻ US സർക്കാർ നീക്കിവെച്ച $182 കോടി ഡോജ് റദ്ദാക്കിയതായി US അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതോടെയാണ് ഇന്ത്യക്കാർ ഡോജിനെ പറ്റി കൂടുതൽ അന്വേഷിക്കുന്നതും അറിയുന്നതും. പിന്നാലെ ഇന്ത്യയിൽ നിലവിലുള്ള ഡോജ് സംവിധാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരികയായിരുന്നു. US സംവിധാനവുമായി താരതമ്യം ചെയ്താണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്.